ഹായ്, ആഗസ്റ്റ് 3 ഇന്ന് സൺഡേ. എൻ്റെ ചലഞ്ചിൻ്റെ 36ാമത്തെ ദിവസം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ട്രെയിനിങ് ഡേ ആണ് കോച്ചസ് അക്കാഡമി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു തടസ്സമുണ്ടായിരുന്നു. പക്ഷേ ആ തടസ്സത്തെയും മറികടന്നുകൊണ്ട് പ്രോഗ്രാം ഹാളിൽ കൃത്യസമയത്ത് എത്തുവാനും പ്രോഗ്രാം നന്നായി അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞു. രാവിലെയും ന്യൂട്രീഷൻ ഷേക്ക് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചിനും പ്രോഗ്രാം ദിവസങ്ങളിൽ ഉച്ചയ്ക്കായിരിക്കും ഷേക്ക് എടുക്കുന്നത്. കണ്ടോ, എത്രയോ പേര് സന്തോഷത്തോടു കൂടി ഈ ബിരിയാണിയും സദ്യയും കഴിക്കുന്ന അതേ സന്തോഷത്തോടെ, ചിലപ്പോൾ അതിനേക്കാൾ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ന്യൂട്രീഷൻ ഫുഡ് ഉച്ചയ്ക്ക് ലഞ്ചായി കഴിക്കുന്നത്. അവരുടെ മുഖം കണ്ടില്ലേ, സന്തോഷം. ബിരിയാണി കഴിക്കുന്നതിൽ സദ്യ കഴിച്ച് പായസവും കുടിച്ച് വരുന്ന അതേ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ന്യൂട്രീഷൻ ഫുഡ്. ഇത് ഞങ്ങളുടെ ശൈലിയുടെ ഒരു ഭാഗമായി തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല, ഭക്ഷണത്തോടൊപ്പം നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ ഉണർന്നെഴുന്നേൽക്കുന്ന ടൈം, ഇതെല്ലാം ബാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഒരു ജീവിതശൈലി ചേഞ്ച് ചെയ്യുന്ന ഒരു രീതി. ഏത് സമയം ഉറങ്ങുകയും ഏത് സമയം എഴുന്നേൽക്കുന്നതും ഒരു ശീലമെല്ലാം ഞങ്ങൾ മാറ്റി, ഞങ്ങൾ കൃത്യമായ ഒരു പ്ലാനിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടെടുത്ത തീരുമാനങ്ങൾ ആയിരുന്നുവെങ്കിലും ഇത് മുന്നോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് തടസ്സങ്ങളുണ്ടായിരുന്നു. കൃത്യമായ ട്രെയിനിങ്ങിലൂടെയാണ് ഞങ്ങൾ ഈ ജീവിതശൈലിയെ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചത്. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം കോച്ചുമാരുണ്ട്. ആ കോച്ചുമാരുടെ തണലിൽ, അല്ലെങ്കിൽ കോച്ചുമാരുടെ സ്നേഹത്തിൽ, കോച്ചുമാരുടെ പരിഗണനയിൽ ആണ് നമ്മൾ ഓരോരുത്തരും ഓരോ ജീവിതശൈലിയിലെ ഓരോ ചേഞ്ചും നമ്മൾ ഏറ്റെടുത്ത് നിർവഹിച്ചത്. ഇനിയുമുണ്ട് നമുക്ക് പഠിക്കാൻ, നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ജീവിതശൈലിയെ, നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ ആരോഗ്യത്തെ എല്ലാം. ഇതിനായി ഞങ്ങൾ ഓരോരുത്തരും എന്നും ഇതിനു വേണ്ടി തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു. ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന ഓരോ അറിവും ചെറുതല്ല, അത് വലിയൊരു തിരിച്ചറിവാണ്. എന്നും പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. മാറ്റങ്ങൾ എന്നും നമ്മളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങളാണ് നമ്മെ നയിക്കുന്നത്. താങ്ക് യു.